നമോ നമ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ഏറ്റവും വലിയ അറിവായിട്ടുള്ള ഈ പ്രപഞ്ച അനുഭവം തന്നെ വളരെ പരിമിതമായിട്ടുള്ള ഒന്നാണ് എന്നാണ്. അതിനകത്ത് സ്ഥിരമായിട്ട് കാണുന്നത് ഈ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചം ഇങ്ങനെ ആര് മരിച്ചു പോയാലും പ്രപഞ്ചം ഇങ്ങനെ നിൽക്കും. പ്രപഞ്ചത്തിന് അനന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് എപ്പോഴും അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ അനന്തമായിട്ടുള്ള മാറ്റങ്ങളാണ്. പക്ഷെ പ്രപഞ്ചം, ഈ മാറ്റങ്ങളോടുകൂടി നിലനിൽക്കുന്ന പ്രപഞ്ചം ഇങ്ങനെ അനന്തവിശാലവും അനന്തമായിട്ടുള്ള ദൈർഘ്യവും ഉള്ള ഒന്നാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്താ വെച്ചാൽ ഓരോരോ സൃഷ്ടിക്കും അവൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ പ്രപഞ്ചത്തിന് നാശമില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ അനുഭവത്തിൽ വരുന്ന പ്രപഞ്ചം അതിവിശാലവും അനന്തവിശാലവും അനന്തകാലം നീണ്ടു നിൽക്കുന്നതൊക്കെയാണെന്ന് വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ അതിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ യുക്തി കൊണ്ട് യുക്തിയെ ഭേദിക്കണം. യുക്തിയാണ് വേണ്ടത്. പക്ഷേ ആ യുക്തി കൊണ്ട് യുക്തിയെ ഭേദിക്കണം. എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് വിശ്വാസം എന്നുള്ളതിനെ നമുക്ക് എടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ കണ്ടതിനെ വിശ്വസിക്കുന്നു, ഞാൻ കേട്ടതിനെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ കാര്യം? നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഇന്ദ്രിയങ്ങളാണ് നമ്മളുടെ എല്ലാ അനുഭവങ്ങളുടെയും അടിസ്ഥാനം. ഇന്ദ്രിയം കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഇങ്ങനെയൊക്കെ ഉള്ള ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ അവസ്ഥകളെ തിരിച്ചറിയുന്ന ടൂൾസാണ്. ആ ടൂൾസിന്റെ പരിമിതികൾ കൊണ്ട് നമ്മൾ കിട്ടാവുന്നതിന്റെ പരമാവധി ഏതാണെന്ന് ധരിക്കുകയാണ്. ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പൂണിൽ കൊള്ളുന്നതല്ലാതെ നമുക്കെടുക്കാൻ പറ്റില്ല. കൈ കൊണ്ടെടുത്തു കഴിയുമ്പോൾ കയ്യിൽ കൊള്ളുന്നതേ നമുക്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഏത് ടൂളാണോ ഉപയോഗിക്കുന്നത്, നമുക്ക് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ആ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മോട്ടോർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറെ കൂടി കൂടുതലായിട്ടുള്ള അളവിൽ പുറത്തേക്ക് വരും. അതിന്റെ ഓസിന്റെ അളവനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നത് മുഴുവൻ ഇതാണ് പരമാവധി എന്ന് ധരിക്കാനേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം ഇങ്ങനെ മുറിച്ചെടുക്കുന്നതായതുകൊണ്ട്. കണ്ണുകൊണ്ട് മുറിച്ചെടുക്കും. ദൃശ്യങ്ങളെ നമ്മൾ കണ്ണുകൊണ്ട് മുറിച്ചെടുക്കും. ശബ്ദങ്ങളെ ചെവി കൊണ്ട് മുറിച്ചെടുക്കും. വാസനകളെ മൂക്കുകൊണ്ട് മുറിച്ചെടുക്കും. എന്താണ് ഈ മുറിച്ചെടുക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നമുക്ക് കാണാൻ കഴിയുന്നത് ആണ് നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. കാണുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് കാണുന്നതിനെ മാത്രമായിട്ടല്ല പറഞ്ഞത്, എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് അനുഭവിക്കുന്നതിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന ഈ സ്ഥൂലമായിട്ടുള്ള ഭാവങ്ങൾ കൊണ്ടും എല്ലാത്തിനും അതാണ് കാണുക എന്ന് നമ്മൾ സാധാരണ പറയാം. അതെനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ വിധത്തിൽ കാണാൻ എനിക്ക് പറ്റുകയില്ല, അതിനെ ഞാൻ വേറൊരു വിധത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതിന് മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിന്റെ ഒക്കെ കൂടി പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വരുന്ന ഒരു വിഷനെയാണ് നമ്മൾ സാധാരണ പല സമയത്തും നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കാഴ്ച, നമ്മളുടെ വിഷൻ എങ്ങനെയാണ്? അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മളുടെ ആ ശേഖരം എവിടുന്നാണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ശേഖരിച്ചു തരുന്നതാണ്. ശേഖരിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ട് തരുന്നു എന്നർത്ഥമില്ല. നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശം ആ വസ്തുവിൽ തട്ടി നമ്മളുടെ കണ്ണിലേക്ക് എത്തുന്നു, അതിനെയാണ് നമ്മൾ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ കാണാൻ കാര്യം? അത് ആ വസ്തു ഇരിക്കുന്നതിന്റെ അപ്പുറത്തായിട്ടും ഇപ്പുറത്തുമായിട്ടുമുള്ള പ്രകാശ തരംഗങ്ങൾ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. ഒരു വസ്തുവിന് തന്നെ ഒരു ബോള് ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബോള് എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നതാണെങ്കിൽ പോലും ആ ബോള് ഉരുണ്ടിരിക്കുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന പ്രകാശകിരണങ്ങൾ എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായിരിക്കും. അതുകൊണ്ടാണ് അതിന് പല ഷെയ്ഡ്സ് ഉണ്ടാകുന്നത്. ആ ഷെയ്ഡ് വ്യത്യാസത്തിൽ അത് ഉരുണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നേരെ ഉള്ള ഒരു സർക്കിളിൽ നിന്ന് വരുന്ന പ്രകാശങ്ങൾ വ്യത്യസ്തവും ഒരു ഗോളത്തിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ വ്യത്യസ്തവുമാണ്. എന്താ കാര്യം? അതിന്റെ ഓരോന്നിന്റെയും പ്രതിഫലനത്തിലുള്ള വ്യത്യാസം കാരണം അത് നമുക്ക് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷെയ്ഡുകൾ, നമ്മളുടെ ആ ഇന്റൻസിറ്റി, ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും അതിന്റെ വ്യത്യാസങ്ങളും വെച്ചാൽ വിബ്ജിയോർ എന്ന് പറയുന്ന പോലെ നമ്മുടെ വേവ്സിന്റെ വ്യത്യാസം അനുസരിച്ച് അതിന്റെ റിഫ്ലക്ഷൻ അതൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള സയൻസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഒരു റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വിബ്ജിയോർ, എല്ലാ സൂര്യകിരണം അങ്ങോട്ട് പതിക്കുമ്പോൾ അതൊരു പ്രിസത്തിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ഡീവിയേഷൻ വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഒരു സൂര്യപ്രകാശം അത് പല പ്രകാശകിരണങ്ങളായിട്ട് മാറിക്കാണുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ 7 തരം തരംഗങ്ങളായിട്ട് കാണുന്നത്. തരംഗങ്ങളുടെ വ്യത്യാസത്തിൽ ആണ് കളറ് വ്യത്യാസം എന്ന് ബ്രെയിൻ അതിന് പേര് കൊടുത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണുന്നത് വ്യത്യാസങ്ങൾ, അതിനെ ആ വ്യത്യാസങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ കൊടുത്തിരിക്കുന്ന നാമങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഈ വിവിധങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും എല്ലാം. വാസ്തവത്തിൽ തരംഗം എന്നുള്ളതിന്റെ ഏത് ഭാഗത്തുനിന്ന് ഏത് വലിപ്പത്തിൽ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വൈവിധ്യങ്ങൾക്കെല്ലാം കാരണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നതെന്നല്ല, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ഒന്ന് തന്നെയാണ് സത്യം, പാരമാർത്ഥികമായിട്ടുള്ള സത്യം ഒന്നാണ്. അതിനെ നമ്മളുടെ കഴിവില്ലായ്മ കൊണ്ട് ഒന്നായിട്ട് കാണുന്നു. എന്ത് കഴിവില്ലായ്മ കൊണ്ടാണ് കാണുന്നത്, കഴിവ് കൊണ്ടല്ല. അത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഓർത്താൽ നമുക്ക് മനസ്സിലാകും. ഇതാണ് സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പണ്ട് പ്രൊജക്ടർ വെച്ച് സിനിമാ തിയേറ്ററിൽ പ്രൊജക്ടറിലൂടെ കാണുന്ന
ആ സിനിമ. അത് തന്നെയാണ് വേറെ പല വിധത്തിലും ഈ നമ്മുടെ മൊബൈലിലൂടെയും വേറെ എക്യുപ്മെന്റ്സിലൂടെയൊക്കെ കാണുമ്പോൾ. പക്ഷെ മെത്തേഡിന് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ പറയുമ്പോൾ പ്രൊജക്ടറിൽ കൂടി വരുന്ന സിനിമ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അവിടെ സ്റ്റിൽ ഫോട്ടോസാണ് എല്ലാം. പക്ഷെ അത് 32 സ്റ്റിൽ ഫോട്ടോസ് ഒരു സെക്കൻഡിൽ കടന്നു പോകുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് കാണുന്നത്, അത് മൂവി ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന ഒരു നമ്മളുടെ കണ്ണിൻ്റെ എഫിഷ്യൻസി കുറവ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അതൊരു കഴിവില്ലായ്മയാണ് കണ്ണിൻ്റെ. ആ കഴിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. എന്താണ് കഴിവില്ലായ്മ? ഒരു 32 സ്റ്റിൽ ഫോട്ടോസ് ഇങ്ങനെ 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 ഓടി ഓടി പോകുമ്പോൾ നമുക്ക് ഒരേ സ്പോട്ടിൽ ഈ 32 ചിത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒരു സെക്കൻഡിനുള്ളിൽ. പക്ഷേ നമ്മളുടെ കഴിവില്ലായ്മ എന്താണ്? നമ്മളുടെ കണ്ണ് ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി വേറൊരു കാഴ്ചയിലേക്ക് പോയാൽ 10 സെക്കൻഡ് നേരത്തെ കണ്ടത് കണ്ടുകൊണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് തൂത്ത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. 10 സെക്കൻഡ് ഈ ആദ്യത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 10 സെക്കൻഡ് നേരത്തേക്ക് ആദ്യത്തെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നീങ്ങിയ സ്ഥലത്തെ കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതും കണ്ടു കഴിയുമ്പോഴത്തേക്കും തന്നെ 10 സെക്കൻഡ് അത് കണ്ടുകൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം അവിടെ നിന്ന് നീങ്ങിയാലും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്തു പറ്റും? ഈ 2 കാഴ്ചകളും കൂടി സിങ്ക്രണൈസ് ചെയ്യും എന്നർത്ഥം. അങ്ങനെ അപ്പോൾ ഈ 10 സെക്കൻഡിൽ അല്ല 32 ആയിട്ടാണ്. എന്നുവെച്ചാൽ 3 പടങ്ങൾ, 3 സ്റ്റിൽ ചിത്രങ്ങളും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കും. 32 പോട്ടെ, 30 പടങ്ങൾ എന്ന് കൂട്ടിക്കൂ. അപ്പോൾ ഒരു സെക്കൻഡിൽ 30 പടങ്ങൾ മാറി മാറി വരുമ്പോൾ ഇവിടെ നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എങ്ങനെയാണ്? 30 എന്നുള്ളതിന്റെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 3. അപ്പോൾ 3 പടങ്ങൾ ഒരേ സമയത്ത് കാണുന്ന വിധത്തിൽ ഇങ്ങനെ ഓർമ്മ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത 3ലേക്ക് കിടക്കും, അത് കഴിഞ്ഞ് അടുത്ത 3ലേക്ക് കിടക്കും. അങ്ങനെ ഒരു സെക്കൻഡിൽ തന്നെ ഈ 30 ചിത്രങ്ങളിൽ ഈ 3 ചിത്രം എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യത്തെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 വരും. പിന്നെ ഇങ്ങനെ അപ്പോൾ എന്ത് പറ്റും? സ്റ്റിൽ ഫോട്ടോസ് ആണെന്ന് നമുക്ക് മനസ്സിലാകില്ല, അത് ഒരു മൂവിയാണ് എന്ന് മനസ്സിലാകും. അങ്ങനെയാണ് ചലച്ചിത്രങ്ങൾ ആയിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നത്. വാസ്തവത്തിൽ ഇത് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. അത് നമ്മൾ എന്തായിട്ട് ഒരു ഫങ്ഷനായിട്ട് നമുക്ക് മനസ്സിലാകും. സ്ട്രക്ചറൽ ചേഞ്ചസിനെ ഫങ്ഷൻ ആയിട്ട് മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ജീവിതം എന്ന പ്രപഞ്ച അനുഭവം. അപ്പോൾ നമ്മളുടെ ഈ ജീവിതം തന്നെ എന്താണ്? നമ്മളുടെ ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ആ വിഷൻ, കണ്ണിന്റെ വിഷനെയാണ് നമ്മളിവിടെ പറയുന്നതെങ്കിലും അത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ശരിയായിട്ടുള്ള ഒരു വിശാലമായ അർത്ഥത്തിലെ വിഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണ്, മൂക്ക്, നാക്ക് ഒക്കെ ഇതൊക്കെയുള്ള ആ പഞ്ചേന്ദ്രിയങ്ങളിലും പിന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തം എന്നുള്ളത് ചേർന്നും അങ്ങനെ ഈ എല്ലാവിധ ഇന്ദ്രിയങ്ങളും, ബാഹ്യേന്ദ്രിയങ്ങളും അന്തരിന്ദ്രിയങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഈ അനുഭവത്തിലുണ്ടാകുന്ന ആ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള കഴിവില്ലായ്മ. ആ കഴിവില്ലായ്മ കൊണ്ടാണ് ഓരോ സ്ട്രക്ചറായിട്ട് മാറി മാറി വരുന്ന സ്ട്രക്ചറുകളെ നമ്മൾ ഒരു ഫങ്ഷനായിട്ട് അനുഭവിക്കാൻ, നമ്മളുടെ ഈ
ബാഹ്യാന്തര ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന സ്ട്രക്ചറൽ ഡിഫറൻസിനെ ഫങ്ഷൻ ആയിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ജീവിതം എന്ന് പറഞ്ഞ ഒരു അനുഭവം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കുക. ഇന്ന് കൂടുതൽ പറഞ്ഞു പോയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് രസം വളരെ ശരിക്കും മനസ്സിലാക്കി വരുമ്പോൾ, ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും മനസ്സിലാകായ്മ നമ്മളിലേക്ക് കൂടുതൽ വരുമ്പോഴാണ് ആസ്വാദനം വരുന്നത്. അത് നമ്മൾ മാജിക്ക് കാണുന്നതിന്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലായ്മ വരണം. അറിവില്ലായ്മയിലേ ആസ്വാദനം വരുള്ളൂ. അപ്പോൾ ആ അറിവില്ലായ്മയുടെ വളരെ വ്യത്യസ്ത ഭാവങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആസ്വാദന തലവും കൂടും. അതുകൊണ്ട് നിങ്ങൾ ഈ അറിവിനെ ശരിക്കും ഉത്ഗ്രഹിക്കാൻ ശ്രമിച്ച് അറിവില്ലായ്മയുടെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ഇതിനകത്തൂടിയുള്ളത്. പിന്നെ അറിയുന്തോറും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിട്ട് അത് നമ്മളുടെ മനസ്സിലേക്ക് കയറുമ്പോൾ നമുക്ക് ആനന്ദത്തിന്റെ അതിരേകം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളാണ് നമ്മളുടെ ഈ ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ നിങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ കറക്റ്റായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ശീലിക്കുക. അത് ശീലിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ, നമഃശിവായ.